നല്ല കപ്പ കിട്ടിയിട്ടുണ്ട് കേട്ടോ, അടിപൊളി കപ്പ. ഇപ്പോഴേ എന്താണെന്നും മിണ്ടാൻ നിൽക്കുന്നത്. കിട്ടിയിട്ടുണ്ട്, കപ്പ കിട്ടിയിട്ടുണ്ട്, നല്ല കപ്പ കിട്ടിയിട്ടുണ്ട്. ബാക്കി പറ. അപ്പോഴേ അല്ല ഞാൻ എന്താ നമുക്കില്ലേ നല്ല അടിപൊളി ഒരു കപ്പ ബിരിയാണി ഉണ്ടാക്കിയാലോ? ആയിക്കോട്ടെ. ഇന്ന് നമുക്കൊന്നും ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയില്ല കേട്ടോ. എല്ലും കപ്പേ, കപ്പ ബിരിയാണി എല്ലും കപ്പ, എല്ലും കപ്പയും ഇറച്ചിട്ടുണ്ടല്ലേ? ഇറച്ചി ഇടും കേട്ടോ. എന്താ വെച്ചാ എല്ലും ഇടും, ഇറച്ചി ഇടും. ഇന്ന് എങ്ങനെയാ അത് ഉണ്ടാക്കുക സോനിയ ഒന്ന് പറഞ്ഞിട്ട്? എല്ല് വേവിക്കുക, കപ്പ വേവിക്കുക, അതിലിടുക, ഇളക്കുക, അല്ലാണ്ട് എന്താ എന്താ നമുക്കറിയുന്നുണ്ട്. ഇത് ആർക്കെങ്കിലും അറിയാത്ത കാര്യം? നന്നായിട്ട് വെച്ചിട്ട് എല്ലാം ഉടക്കുക, നന്നായിട്ട് വെച്ചിട്ട് കപ്പ ഉടക്കുക. കപ്പ കപ്പ നന്നായിട്ട് വെച്ചിട്ട് ഉടക്കുക, എല്ല് നന്നായിട്ട് വേവിട്ട് ഉടക്കുക. എല്ലാം ഉടക്കില്ല നടക്കില്ല കേട്ടോ. ഇത് പൊണ്ണുശി എന്താ പൊണ്ണുശി? അതാ 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 എന്തോ ചെമ്പത്തി ചെമ്പരത്തി, നല്ല ചെമ്പരത്തി. ആ ചെമ്പരത്തിയാ. ഇത് വരണ്ട പോ പൊന്നുമ്മ, അങ്ങോട്ട് നിക്കടാ. ഇത് വെറുതെ തിന്നാണെന്നാ. പൊന്നു ആ ചുട്ടി കുറച്ചപ്പുറത്തേക്ക് നിന്നാ. കുട്ടി വീഡിയോയിൽ വരുമ്പോ കമന്റ് ബോക്സ് ഓഫ് ആവുക. അതെ വേണ്ട, എന്താ ചെയ്യണ്? ഇത് ഞാൻ ഓഫ് ആക്കണല്ലേ? വേണ്ട വേണ്ട അവൻ്റെ എന്തോ ഓഫ് ആവണ കുട്ടികളെ കാണിക്കുമ്പോഴോ? ആ വീഡിയോ തുടക്കത്തിൽ തന്നെ വരുമ്പോ ഓഫ് ആക്കണേ. ഓണാക്കിട്ട് ഓണാവില്ല? അതൊരു സെക്കൻഡ്, ഒരു മിനിറ്റ് നേരം കൂടെ നിൽക്കണില്ല, അപ്പോഴേക്ക് പിന്നെ ഓഫ് ആവുക. നമ്മൾ കമന്റ് ബോക്സ് കുട്ടികളെ ഫസ്റ്റ് തന്നെ കാണിച്ചു കഴിഞ്ഞാൽ യൂട്യൂബ് തന്നെ ഓഫ് ആക്കുക കേട്ടോ. അത് കഴിഞ്ഞ് കുറേ കഴിഞ്ഞിട്ടാണെന്ന് വെച്ചാൽ കുഴപ്പമില്ല. എന്തൊക്കെ മാനദണ്ഡങ്ങളല്ലേ ഇതൊക്കെ ഉണ്ടാവും. കുട്ടികളുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് അവർ കുറേ കാര്യങ്ങൾ ചെയ്യുന്ന. പിന്നെ കുട്ടികളെ ചീത്ത പറയാൻ പാടില്ല, കത്തി എടുക്കാൻ പാടില്ല, എന്തൊക്കെ മാനദണ്ഡങ്ങളാ വെച്ചിട്ടാ. എന്താ അവിടെ എങ്ങോട്ട് മാറ്, എങ്ങോട്ട് മാറുണ്ട്? നമ്മുടെ കപ്പ നുറുക്കി കഴിഞ്ഞു കേട്ടോ. ഞങ്ങളിവിടെ ഈ പൂള പറഞ്ഞിട്ടേ ഇതിങ്ങനെ കപ്പാന്ന് പറയാൻ കിട്ടുന്നില്ല കേട്ടോ. പറയണം, കപ്പാന്ന് പറയണം. കിട്ടില്ല എന്ന് പറഞ്ഞാൽ പറ്റില്ല, മെല്ലെ വരുത്തിയാൽ മതി. അടിപൊളി കളിക്കും. അപ്പം ചോറാട്ടോ അടുപ്പത്ത്, ചോറ് ആവട്ടെ. ഞാൻ ഇവളോട് കപ്പ ബിരിയാണി ഇതാക്കുന്നുണ്ട്, ചോറ് വെക്കണ്ട പറഞ്ഞതാ. കുറച്ച് ചോറിട്ടതില് എക്കും തിന്നാൻ തോന്നും. എന്താ എല്ല് കേട്ടോ, ഉണ്ടോ? എല്ലിക്കൂടെ ഇറച്ചിണ്ടേ. നമ്മള് എല്ലിക്കൂടെ പിന്നെ അതാ കുരുമുളകും പെരിഞ്ചീരകം കേട്ടോ, ചതച്ചതാണ്. മുളക് പൊടി, മല്ലിപ്പൊടി, പെരിഞ്ചീരകം, കുരുമുളക് പൊടി, വലിയുള്ളി, മഞ്ഞൾപ്പൊടി. എന്താണ് ഉണ്ടാവുമ്പോൾ എന്താണെന്നറിയോ? മഞ്ഞൾപ്പൊടി, കല്ലുപ്പ്, പഞ്ചാര. വേണോ? കുഞ്ഞുണ്ണി വേണോ? അതെന്താ കല്ലുപ്പും പൊടി വ്യത്യാസം? ഇഞ്ചി, വെളുത്തുള്ളി, പൂളക്കിഴങ്ങ്. എന്താ കുഞ്ഞുണ്ണി പറഞ്ഞു? ഇവിടെ ഇജിക്ക് വെക്കോ? ഇവിടെ ഇജിക്ക്
ഫ്രിഡ്ജ് ഏതാ? നല്ല എരിവാണല്ലേ. എന്താ ഇല്ലേ? കൈ കൊണ്ട് കശക്കിയാൽ മതി. കയ്യിലൊരു മുറിയായിട്ടേ. ഏയ് എന്തൊക്കെ പറയണത്. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണം കേട്ടോ. ഇല്ലേട്ടാ നമ്മളിത് അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. മറ്റേതാവുമ്പോൾ കുറേ നേരം നിൽക്കണ്ടേ, അത് വിചാരിച്ചിട്ടാണേ. നിൽക്കില്ല, ആവുമ്പോഴേക്ക് സമയം എടുക്കില്ലേ. അപ്പോൾ നമുക്ക് അപ്പുറത്ത് കപ്പ വേവിക്കാം. എന്താണ് ഞാൻ കാട്ടി നിന്നെ? ഇതെൻ്റെ ഉപ്പ്. എവിടേക്കാണ് പോണേ? അവിടുത്തെ കാൽക്കുലേറ്റർ നോക്കാനാ? അവിടെ കാൽക്കുലേറ്റർ അമ്മ ചേച്ചി നോക്കപ്പോ കാൽക്കുലേറ്റർ വേണ്ട. കുഞ്ഞെവിടെ വന്നായി? മഞ്ഞപ്പൊടി ഇട്ടോ. മഞ്ഞപ്പൊടി അല്ലേ കുഞ്ഞുണ്ണി? അല്ലേ കുഞ്ഞുണ്ണി? പാവട്ടത് അവസ്ഥ. ഇപ്പൊ തന്നെ ഇവിടെ ചുട്ടിട്ട് നിക്കാൻ പറ്റില്ല. അമ്മോ ചൂടേ ചൂടേ. ഞങ്ങളൊന്ന് ഒറ്റപ്പാലം പോയിട്ട് ചുട്ടിട്ട് എൻ്റെ അമ്മോ എന്തോ ഒരു ചൂടാ. ഒരു പൂതിയില്ല. വെള്ളം ഭക്ഷണം വേണമെന്നില്ല, വെള്ളം വേണമെന്നില്ല, വെള്ളം മാത്രം. ഇപ്പല്ലേ ചോറ് കഴിക്കുന്നത് വെറുതെയാണ്. ചോറ് ജ്യൂസോ വെള്ളോ? ജ്യൂസൊന്നും വേണ്ട, നല്ല വെള്ളം കുടിക്കണം. അല്ലെങ്കിലേ കുടുങ്ങി പോവും. വെള്ളം കുടിച്ച് ശ്വാസം വിടാൻ പറ്റാണ്ടേ ഇപ്പൊ തന്നെ. എന്തോ ഒരു ചൂടാച്ചിട്ടാ. അപ്പൊ നമുക്ക് എങ്ങനെയാണ് നോമ്പെടുക്കുന്ന ഒരു അവസ്ഥ എന്തായിരിക്കും? അയ്യോ സമ്മതിക്കണം, സമ്മതിക്കണം. ദൈവം എന്തെങ്കിലും ഒരു വഴി കാണിച്ചു കൊടുക്കണ്ടാവും. അല്ലാതെ ഇപ്പൊ എന്താ പറയുന്നത് അല്ലേ? പിന്നെ അതങ്ങനെ തന്നെയല്ലേ. നമ്മുടെ നോമ്പ് എന്ത് നോമ്പാ? ചോറും തിന്നാം. ഞാൻ ഈ ചട്ടിക്ക് ഇതിക്ക് കൊട്ടിയിട്ടാ. ചാറായി. ഒന്ന് ഇനി അതിൽ കടന്നിട്ടൊന്നും ഇതാവണ്ടേ. ശരി. വെള്ളം ഊറ്റിയിട്ടേ, അതിനാണ് കേട്ടോ കുറച്ച് വെള്ളം ഒഴിച്ചത്. നിങ്ങൾ ഇങ്ങനെ എണ്ണ ഉണ്ടാക്കുകയെന്ന് എനിക്കറിയില്ല. നമ്മളിങ്ങനെ ഉണ്ടാക്കുമ്പല്ലേ മസാല അധികം കാണാണ്ട് വെള്ള കളറിൽ ഇങ്ങനെ നടക്കാണ്ടുണ്ട്. അയ്യേ നമുക്കത് എന്തോ പോലെ അല്ലേ. ഒരു ചിലയിടത്ത് ഞങ്ങൾ പോയപ്പോ കല്യാണത്തിന് പോയപ്പോ അവിടെ കല്യാണ തലേന്ന് എല്ലും കപ്പയാണെന്ന് പറഞ്ഞിട്ട് കഴിച്ചില്ല. ഞാൻ നാള് കോങ്ങാട് ഒരു കടയിൽ നിന്ന് എല്ലും കപ്പിയും കണ്ടപ്പോൾ എല്ലും കപ്പിയും വേണമെന്ന് പറഞ്ഞു കേട്ടോ. കപ്പിയും ബീഫും വേണം പറഞ്ഞ്. അപ്പം അവർ അത് തന്നതിൽ എന്താ ചെയ്തേക്കണെന്നറിയോ? ബീഫ് ഉണ്ടാക്കിയിട്ട് അതിൽ കപ്പല്ലേ വേവിച്ചുടച്ചിട്ട് അങ്ങനെ ഒന്ന് ഇതിൽ തേങ്ങ, ചിലവർ തേങ്ങ വറുത്തൊക്കെ ഇടും കേട്ടോ. എൻ്റെ അമ്മയൊക്കെ കാണാം തേങ്ങയൊക്കെ വറുത്ത് ഇങ്ങനെ ഒന്ന് മിക്സിയിലൊന്ന് ചെറുതായിട്ട് പൊടിച്ചിട്ട് അങ്ങനെ ഇടുന്ന കാണാം. അപ്പം നമുക്കില്ലേ ഇത് കൂടെ തന്നെ ഈ കപ്പ ഇട്ട് കൊടുക്കട്ടെ. വേവണ അപ്പന്നല്ലേ? ഈ സമയത്ത് നമ്മളിത് എന്താ അധികം ഇവിടെ ഉണ്ടാക്കാറില്ല കേട്ടോ. പിന്നെ പറഞ്ഞാൽ ഇതെന്താണെന്നറിയാം, ഒരു പൂതി. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുമ്പോൾ ഒരു ഇതില്ലേ, അതുകൊണ്ട് ഇതിൽ പോരായ്മകളൊക്കെ ഉണ്ടാവും. നിങ്ങളെങ്ങനെയാണ് ഉണ്ടാക്കണമെന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യും. അത് ഭയങ്കര ഇഷ്ടമായിരുന്നു സംഭവം ഒരു സമയത്ത്. പക്ഷെ ഇപ്പോൾ നമുക്കത് കപ്പ കഴിക്കാൻ പറ്റുന്നില്ല. അതാണ് ആകെ. പക്ഷെ ഭയങ്കര ഇഷ്ടപ്പെട്ട വിഭവമാണ് ഈ കപ്പ ബിരിയാണി പറഞ്ഞത്. എൻ്റെ വീട്ടിൽ ബീഫ് വാങ്ങിയിട്ട് കപ്പയ്ക്ക് വേണ്ടി എത്ര ഓടി പറഞ്ഞു. കപ്പ അങ്ങനെ അത് ശരിയാ. കപ്പയ്ക്ക് വേണ്ടിയിട്ട് ഒരു കടയിൽ പോയിട്ട് കിട്ടിയത് കംപ്ലീറ്റ് വേവാത്ത കപ്പ കിട്ടി. ഒരു പ്രാവശ്യം എന്നിട്ട് പിന്നെയും പോയി ഇട്ട് വാങ്ങിട്ട് വന്നു. എന്തേ ഇത് ഇതെന്തേട്ടോ ഉടയാത്തത്? ഉടയില്ലേ? ഇത്ര കേട്ട് ഉടയില്ലേ? ഇത്ര വന്നു ഉടയുണ്ടാണല്ലോ. ചെറുതായിട്ടൊക്കെ ഇല്ലാതിരിക്കുക. ഒന്നും ഉടച്ചോടയില്ല.
ഒരു മരത്തിൻ്റെ ഒരു സംഭവമല്ലേ? മുട്ടിയോ? ഏത് മുട്ടി? ഏതാ മുട്ടിയിൽ? ഇല്ലേ, മുട്ടിയില്ല. മുട്ടിയല്ല, മറ്റേതില്ലേ, അമ്മിയുടെ ഇല്ലേ? അതൊന്നും വേണ്ട. കുട്ടി, മറ്റേ അമ്മി കുട്ടി. ഏത് ചെറുത്? അപ്പം അതാ നമ്മുടെ. പക്ഷെ അപ്പം അത് ചിക്കനിലേക്ക് എങ്ങനെ ഇടിക്കുക? അല്ല, ബീഫിലേക്ക് അതാണ്ട് അതിൽ ബീഫ് ഉണ്ട്. ഉടഞ്ഞല്ലോ പോയി. ഉടഞ്ഞു കിട്ടോ? ശരിക്കും ഇങ്ങനെ മൊത്തത്തിൽ ക്രീമാരി ആവുന്നുണ്ടല്ലേ? നല്ല കപ്പയാണെങ്കിൽ വെന്തതാവും. ഇത് കുഴപ്പമില്ല കേട്ടോ. എന്നാൽ ഇത്ര ഉടഞ്ഞല്ലേ? ഒന്ന് കുത്തി നോക്കിയിട്ട് ഉടഞ്ഞു. അപ്പോഴേ നമ്മളിന്ന് ഇവിടെ പോയിരുന്നു കേട്ടോ, ഒറ്റപ്പാലം പോയപ്പോ നമ്മളിന്ന് വരിക്കാശ്ശേരി മനയിൽ പോയിരുന്നേ. അപ്പം അതിൻ്റെ ചെറിയൊരു ഭാഗം നമ്മൾ വീഡിയോ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം അത് എന്താ ചെറിയ ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞു. കണ്ട സന്തോഷം കൊണ്ട് തല്ല് ചെയ്യണത്. നനഞ്ഞു എന്നാ പറയുന്നതേ. ശരി. അതിന് എന്തിനാ അമ്മേനെ തല്ലണ? ഞാൻ എന്താ നിങ്ങളെ കാട്ടുന്നത്? ഞാൻ ഒന്നും ചെയ്യില്ലല്ലോ നിങ്ങളാരി. എന്നിട്ട് പിന്നെ എന്തിനാ നീ എന്നെ തല്ല? അതൊക്കെ ഞാൻ എന്താ ചെയ്യാം. പക്ഷെ നിങ്ങൾ എന്തിനാ എന്നെ തല്ലണത്? ഇത്രേ ഉള്ളൂ. ചൂടോടെ ഇതിന്റെ മുകളിൽ കൂടെ ഉള്ളിയൊക്കെ ഇട്ടിട്ട് അങ്ങോട്ട് കഴിക്കന്നെ. ഉള്ളി ചവിട്ടും, ഉള്ളി. അപ്പൊ നമ്മൾ കുറച്ച് ഭാഗം പുറത്തത്തെ പോണതിന്റെ എടുത്തിട്ടുണ്ട്. അപ്പൊ എന്താ ലേട്ടാ അല്ലേ, ഇത് കൂടെ ചേർത്താൻ പറ്റില്ലേ? അത് നിങ്ങൾ ഇങ്ങനെയാണോ ഉണ്ടാക്കാറ് അതോ വേറെ ഏതെങ്കിലും രീതിയിൽ ഉണ്ടാക്കണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ. നമുക്കതുപോലെ ഉണ്ടാക്കാമല്ലോ. ഞാൻ അങ്ങനെയാണ് കേട്ടോ ഉണ്ടാക്കാറ്. ഒരു തരികടപ്പണിയാണോ ചോദിച്ചാൽ ആണോ? അല്ല, ഞാൻ ഇവിടെ പോയിട്ട് അതിന് കല്യാണത്തിന് പോയില്ലേ, ചോദിച്ചിട്ടുണ്ട്. അവിടുത്തെ അതേമാതിരി തന്നെയാണ്. അങ്ങനെയല്ലേ? ഇനി ഇതില് ചിലവര് സാലഡൊക്കെ ഉള്ളി ഉണ്ട്, സാലഡൊക്കെ കൂട്ടിയിട്ട് കഴിക്കും. അത് ഇനി ആവശ്യത്തിന് ഉള്ളി കൂട്ടിയിട്ട് എടുക്കാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. കാണുന്നുണ്ടോ നമ്മളെന്നേ പുറത്ത് വന്നിരിക്കുകയാണ് കേട്ടോ. വരിക്കാശ്ശേരി മനയ്ക്ക് വന്നിരിക്കുകയാണ്. അവിടെയൊക്കെ നിറച്ച ആൾക്കാർ നോക്ക്. അപ്പം എന്താടി പോയി. അപ്പോൾ നമ്മൾ ഉള്ളിലൊക്കെ കയറിയിട്ടോ. ഉള്ളിൽ കയറിയിട്ട് നമ്മൾ പിന്നെ പുറത്തിറങ്ങിയിട്ട് അവിടെ കുളം കാണാൻ വന്നതാണേ. കുളമൊക്കെ കാണിച്ചു തരാം. അവിടെ ഒരു കുറ്റി നിൽക്ക്, നോക്കിയൊക്കെ. അതാണോ കണ്ടാ? കൊറ്റി ഉണ്ട്. അതാ കുളക്കോഴി ഉണ്ടാ. എങ്ങനെ ഇറങ്ങാൻ പറ്റും? നമുക്കൊന്ന് ഇറങ്ങി നോക്കുക. അവിടെ അപ്പുറം അടച്ചേക്കണോ? എന്നാ പാപ്പുവ. വായോ. എന്താ അവിടെ ഇങ്ങോട്ട് പോന്നോ? ഇല്ലേ മക്കൾ. ഇത് മൂന്നാമത്തെ കിണറാട്ടോ. ഏതോ അപ്പുറത്തെ ഫ്രണ്ടിൽ വേറൊരു കിണറുണ്ട്, ഉള്ളിൽ വേറൊരു കിണറുണ്ട്. ഉള്ളത്തെ കിണറില്ലേ, ആ കിണറിൽ നിറച്ച് വെള്ളം ഉണ്ട് കേട്ടോ. തെളിനീര് പോലുള്ള വെള്ളം. അപ്പം നമ്മളെ എന്താ ഉള്ളത്തേക്ക് വീഡിയോ എടുക്കാൻ പറഞ്ഞാൽ നിറയെ ആൾക്കാരട്ടോ. അപ്പോൾ അവരുടെയൊക്കെ ഒരു പ്രൈവസി കളയണ്ട അത് വിചാരിച്ചില്ലേട്ടാ. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ടാണ് തോന്നുന്നുണ്ട് കുറേ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. അപ്പോൾ എന്താ നമ്മളെന്തിനാ അവരുടെ പ്രൈവസി കളയുന്നത്? ഇത് നമ്മളിതൊരു ആദ്യം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അല്ലേ? നമ്മൾ ആദ്യം ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ എന്താ ഇവിടെ വേറൊരു ആവശ്യത്തിന് വേണ്ടി വന്നപ്പോൾ നമ്മൾ എന്തായാലും കയറാലോ, കയറിയിട്ടൊന്ന് പോവാലോ, ഇവിടെ ഇരിക്കാലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വന്നതാണ്.
ഇപ്പൊ കണ്ടോ എന്താ കുറേ എത്ര വണ്ടികളാണ് ഇവിടെ തന്നെ. ആ ഭാഗത്ത് ഫുള്ള് വണ്ടികളാണ്. നിറയെ ഷൂട്ടിങ്ങിന് വണ്ടി വന്ന് നിൽക്കുമ്പോൾ ഉണ്ടെന്ന്. ഏഹ് ഷൂട്ടിങ്ങിന് വണ്ടി വന്ന് നിൽക്കുമ്പോൾ നിറയെ വണ്ടിയുണ്ട്. ആ നിറയെ വണ്ടിയുണ്ട്. നമുക്ക് അങ്ങോട്ട് പോവാം. അവിടെ അങ്ങോട്ട് കയറിയല്ലേ. മനയുടെ മുൻവശം എന്ന് പറയേ പിൻവശം പറഞ്ഞു. ഞാനുണ്ടല്ലോ ഏത് വശം ആർക്കും പരിക്കാശ്ശേരിമാരുടെ മുന്നാണോ പിന്നാണോ അറിയാത്ത നീ ഒരാൾ തന്നെ ഉണ്ടാവും. അതാണ്ടോ അതന്നെ പറയണേ. ഇവിടെ വന്നിട്ട് എത്ര ഒരു മാങ്ങയല്ലേ, കിളിച്ചുണ്ടൻ മാങ്ങ, ചക്കേ മാങ്ങ ചക്കയൊക്കെ ഉണ്ട്. മനയുടെ തേങ്ങ കണ്ടോ, മനയുടെ ഫ്രണ്ട് വശമാണ് കേട്ടോ അത്. ഇതിന്റെ ഉള്ളിലൊക്കെ നിറയെ ആൾക്കാരാണ്. ഇത് ഫ്രണ്ട് വശാന്ന് ആരോടും പറയേണ്ട കാര്യമില്ല, കാരണം നമ്മളെക്കാൾ കൂടുതൽ വീഡിയോ കാണുന്നവർക്ക് അറിയാം. പിന്നെന്താ. ഇപ്പൊ ഇവിടെ വന്നപ്പോല്ലേ കോഴിക്കോട്ട് നിന്നൊക്കെ ഇവിടെ കാണാൻ വേണ്ടി വന്നവരുണ്ട് കേട്ടോ. ഒരുപാട് സന്തോഷം. നമ്മുടെ ഒറ്റപ്പാലത്തിന്റെ അഭിമാനാണ് കേട്ടാ. അതില് സംശയമൊന്നുമില്ല. സത്യം പറയാ. ഇവിടെ എന്താണ്ടോ അവിടെ നമ്മള് നല്ല കാറ്റ്, ഭയങ്കര ചൂടാ പറഞ്ഞിട്ട് കാര്യമില്ല, പക്ഷെ ഭയങ്കര കാറ്റില്ലേ ഇവിടെ അല്ലേ. നമുക്ക് അവിടെ പോയിട്ട് ഫോട്ടോ എടുക്കണം എന്ന് വിചാരിച്ചാണ് കേട്ടോ. അപ്പോൾ അവിടെ ഇങ്ങനെ നിറയെ ആൾക്കാരെ കണ്ടപ്പോൾ നമ്മൾ ഫോട്ടോ എടുക്കാൻ പറ്റില്ല. ഇവിടെ ഒരു ആന ഉണ്ടായിരുന്നു. ആനേനെ കണ്ടില്ലല്ലോ പ്രാവശ്യം. എത്തിക്കുക. ഇപ്പോഴേ ഇതുപോലുള്ള വീടുകളും ഇപ്പോഴേ ഇതുപോലുള്ള വീടുകളും മനകളൊക്കെ അപൂർവമായില്ലേ. ഇതുപോലുള്ള വീടൊക്കെ കയറ്റണമെങ്കിൽ എങ്ങനെ പറ്റാനും, എവിടെ നിന്നിട്ടെങ്ങനെയുള്ള മരങ്ങളൊക്കെ, ഇതുപോലെ മരമൊക്കെ എവിടെ നിട്ടാണ് അല്ലേ. ഇതൊന്നും ഒന്നുമില്ല. ഈ മനയൊക്കെയല്ലേ എത്ര വർഷങ്ങൾ വേണമെങ്കിലും ഉണ്ടാവും. കാരണം എന്താണെന്നറിയോ, എത്ര സിനിമകളിൽ ഇതുണ്ട് അല്ലേ ഈ മന. പാലക്കാട്ടിലെ ഏറ്റവും വലിയ സിനിമ ലൊക്കേഷനാണ് കേട്ടോ. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം നമുക്കേ പറയാൻ വയ്യ. പിന്നെന്തൊക്കെ ആരും കാണാത്തവരുണ്ടാവില്ല. കഴിഞ്ഞ പ്രാവശ്യത്തിന് മുമ്പത്തെ പ്രാവശ്യം വന്നപ്പോൾ മമ്മൂട്ടി ഷൂട്ടിങ്ങിന് വന്നിട്ട് തുറന്നു കൊടുക്കുന്നുണ്ടായിരുന്നില്ല അല്ലേ ഇവിടെ. അപ്പം നമുക്ക് പോയാലോ, പോവല്ലേ. അപ്പോൾ നമ്മൾ എന്താ നമ്മുടെ അപ്പോൾ നമ്മൾ നമ്മുടെ വിശേഷം നിർത്തുകയാണേ. നാളെ നല്ല വിശേഷങ്ങളും കാഴ്ചകളും ഒക്കെ ഇട്ട് നാളെ കാണാം കേട്ടോ. ഞാൻ ടേസ്റ്റ് ചെയ്യട്ടെ. ഈ കപ്പ ബിരിയാണിയും എല്ലും കപ്പയും രണ്ടാണോ അറിയില്ല, അതൊരു സംശയമുണ്ട്. കുഴപ്പമില്ല, ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ കുട്ടികളെയും കൂടി വിളിക്കട്ടെ. തത്തമ്മക്കൂട് കൊണ്ടേക്ക് കിട്ടി. അപ്പോൾ നാളെ കാണാം.